السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനരായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ അമാനത്തുകളും കൽപ്പനകളും പൂർണ്ണമായി പാലിച്ചുകൊണ്ട് നല്ല വിശ്വാസികളായി ജീവിക്കുവാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ആവുന്നത്ര പ്രവർത്തിക്കുകയും ചെയ്യുക. അതിനാവശ്യമായ ബർക്കത്തും തൗഫീഖും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാം ഏറ്റവും നല്ല ഒരു മനുഷ്യനായി മാറണം എന്ന നിലക്കാണ് അല്ലാഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ശരീഅത്ത് നമ്മളോട് സംസാരിക്കുന്നു. ഏറ്റവും നല്ല മനുഷ്യനാവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും വിശ്വാസ രംഗത്തും ആരാധനകളിലും പെരുമാറ്റത്തിലും മറ്റു ഇടപാടുകളിലും സ്വഭാവ സംസ്കരണ മേഖലകളിലുമൊക്കെ അല്ലാഹുവും റസൂലുള്ളാഹിയും പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ മറ്റൊരു ഭാഗമായി മതം പറയുന്നത് ഒരു വ്യക്തി എത്രത്തോളം നന്നാകുന്നുണ്ടോ അതുപോലെ തന്നെ പ്രധാനമാണ്, അനിവാര്യമാണ് സമൂഹം നന്നാവുക എന്നത്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് സമൂഹത്തിലാണ്. ഒറ്റയാനായിട്ട് എനിക്കാരും വേണ്ട, ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹം ഈ പറഞ്ഞ പോലെ എല്ലാം കൊണ്ടും നന്നായി തീരണം എന്നത് മതത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ആവശ്യമാണ്. അത് പലപ്പോഴായിട്ട് ഖുർആൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ സമൂഹം നന്നാവുക? ആ സമൂഹത്തിന് നമുക്ക് പല മാനദണ്ഡങ്ങളും വെക്കാം. നമ്മളുടെ ഗ്രാമത്തിലെ ഒരു സമൂഹം, നാം നിൽക്കുന്ന മഹല്ലിലെ ഒരു സമൂഹം, അങ്ങനെ പല രൂപത്തിലും വിശാലമായിട്ടും ചുരുങ്ങിയ രൂപത്തിലുമൊക്കെ സമൂഹത്തെ നമുക്ക് നിർവചിക്കാൻ പറ്റും. എന്തായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ചില ക്വാളിറ്റീസ്, യോഗ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹം ഏറ്റവും നല്ലവരായി തീരുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് ആളുകൾ സാമൂഹികമായി ചീത്തയാകുന്നത്, അല്ലെങ്കിൽ സമൂഹം എങ്ങനെയാണ് അധപ്പതിക്കുന്നത് എന്നതിലേക്ക് റസൂലുള്ളാഹി ഒരു നിർദ്ദേശം നൽകുകയില്ല. അത് ഇപ്രകാരമാണ്: യദ്ഹബു സ്വാലിഹൂന അൽ അവ്വൽ ഫൽ അവ്വൽ. ഒരു സമൂഹത്തിൽ നല്ലവരായ ആളുകൾ നാട്
നീങ്ങിക്കൊണ്ടിരിക്കും, മരിച്ച് ഇല്ലാതെയാവും. അതെങ്ങനെയാണ്? ഏറ്റവും നല്ലവർ ആദ്യം പോകുന്നു, അത് കഴിഞ്ഞാൽ അതിന് താഴെത്തുള്ളവർ, അത് കഴിഞ്ഞാൽ അതിന്റെയും തൊട്ടടുത്തുള്ളവർ, അങ്ങനെ നന്മയിലും ഭക്തിയിലും മുൻനിരക്കാരായ ആളുകൾ സാവകാശം നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകും. പിന്നെ എന്തുണ്ടാകും? അദ്ദേഹം പറയുന്നു, അവസാനം ചില ചണ്ടിയും ചവറുമായിരിക്കും നാട്ടിലുണ്ടാവും. നല്ലത് പോയി കഴിഞ്ഞാൽ പിന്നെ ചീത്ത മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അത് നമുക്കറിയാവുന്ന ഒരു അനുഭവമാണ്. അങ്ങനെയുള്ള ചണ്ടിയും ചവറിനും സമാനമായ ആളുകളെ അള്ളാഹു അവരെ ഒട്ടും പരിഗണിക്കുകയില്ല എന്നാണ് അദ്ദേഹം ആ ഹദീസിൽ അവസാനിപ്പിക്കുന്നത്. ഇത് എല്ലാ നാട്ടിന്റെയും മഹല്ലുകളുടെയും സമൂഹത്തിന്റെയും ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെയുള്ള ഒരു പ്രകൃതമാണ്. നമ്മുടെയൊക്കെ അനുഭവത്തിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടാകും. ഞങ്ങളുടെ നാട്ടിൽ ഇന്ന ഇന്ന ആളുകളുണ്ടായിരുന്നു, വളരെ നല്ലവരായിരുന്നു എന്നൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന ഉദാഹരണങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അങ്ങനെയുള്ള ആളുകളെ കാണുന്നില്ല. ഇത് ഒരു സ്വാഭാവികമായ പ്രവൃത്തിയാണെങ്കിലും ഇതിനെ മാറ്റാനാണ് സമൂഹം എന്ന നിലക്ക്, അതിലുള്ള ആളുകൾ എന്ന നിലക്ക് നമ്മുടെ ബാധ്യത എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മുസ്ലിം സമൂഹത്തെ പറ്റി നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് അല്ലാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമുണ്ട്. നമുക്കത് അറിയാം. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഒരു ഉത്കൃഷ്ട സമൂഹമായിരിക്കണം നിങ്ങൾ. എന്തെല്ലാമാകുന്നു ഈ ഉത്കൃഷ്ടതയുടെ മാനദണ്ഡം? നന്മയുടെ പക്ഷത്ത് നമ്മൾ ഉണ്ടായിരിക്കണം, അത് ചെയ്യുകയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും കൽപ്പിക്കുകയും വേണം. തിന്മയുടെ ഒരു കാര്യവുമായിട്ടും പങ്കുചേരാൻ പാടില്ല. അതിനെ നിരുത്സാഹപ്പെടുത്താനും വിലക്കുവാനും നമ്മൾ മുമ്പിലുണ്ടാവണം. എല്ലാത്തിന്റെയും ചാലകശക്തിയായിട്ട് അല്ലാഹുവിലുള്ള ഈമാൻ നിറഞ്ഞ മനസ്സോടുകൂടെയായിരിക്കണം ജീവിക്കേണ്ടത്. അപ്പോൾ ഈ രൂപത്തിൽ ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ, സൃഷ്ടിക്കാൻ കഴിയുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കാവുന്ന ഏറ്റവും ലളിതമായ എന്നാൽ ഗൗരവമേറിയ ഉത്തരവാദിത്വം. സമൂഹത്തിന് സാമ്പത്തികമായ പ്രയാസം ഉണ്ടാവാം. ആധുനിക ശാസ്ത്രീയ സാങ്കേതിക രംഗത്തും നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്ന പോലെ മുന്നേറിയില്ല എന്നും വന്നേക്കാം. എന്നാൽ അതിനൊക്കെ പരിഹാരമുണ്ട്. പണം നമ്മുടെ കയ്യിലില്ലെങ്കിൽ അത് മറ്റുള്ളവരോട് കടമായിട്ട് വായ്പയായിട്ട് വാങ്ങാം. അങ്ങനെ സഹായിക്കാനുള്ള സുമനസ്സുകളും നാട്ടിലുണ്ട്. ഭക്ഷണക്ഷാമവും അങ്ങനെ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹരിക്കാം. പക്ഷേ ഈ പറഞ്ഞ വിശ്വാസപരമായ സാംസ്കാരികമായ ഐഡന്റിറ്റി യോഗ്യത ഒരാൾക്കില്ലെങ്കിൽ അത് പകരം കൊടുക്കുവാൻ സാധിക്കുകയില്ല, ഇറക്കുമതി ചെയ്യുവാനും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഏറ്റവും നല്ല ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് ആവശ്യമായ ഗുണങ്ങളായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നന്മ എപ്പോഴും ഉണ്ടായിരിക്കണം. നന്മ എന്നത് ഒരു കാര്യം മാത്രമല്ല, അതിന്റെ ഭാഗത്ത് നമുക്ക് ചേർക്കാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കണം. സത്യം ഉണ്ടായിരിക്കണം, നീതിയും ന്യായവും ധർമ്മവും ഒക്കെ അതിന്റെ ഭാഗമാണ്. മറുഭാഗത്ത് മുങ്കർ എന്നേ ഖുർആൻ പറയുന്നു, മോശമായത്. മോശമായതും ഈ പറഞ്ഞ പോലെ ഒരുപാട് പരന്നു കിടക്കുന്ന കാര്യമാണ്. അതിൽ അനീതിയും അതിക്രമവും ചതിയും വഞ്ചനയും അസത്യവും ഒക്കെ മുങ്കറിന്റെ ഭാഗമാണ്. അപ്പോൾ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുക, ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുക എന്നത് ഒരു വ്യക്തിയുടെ നല്ല ക്വാളിറ്റിയാണ്,
സമൂഹത്തിന്റെയും നല്ല യോഗ്യതയാണ്. സാധാരണ പറയാറുണ്ട്, സത്യം, ധർമ്മം ഇവയൊക്കെ ഒരു ഓപ്പറേഷൻ, ഒരു സർജറി നടത്തുന്നത് പോലെയാണ്. സർജറി നടത്തുമ്പോൾ കീറി മുറിക്കുമ്പോൾ നല്ല വേദനയുണ്ടാകും, ആ മുറിവ് ഉണങ്ങുന്നത് വരെ. അത് കഴിഞ്ഞാലോ പിന്നെ ശരീരത്തിൽ രോഗമെല്ലാം പോയിട്ട് നല്ല ആശ്വാസം കിട്ടും. അതുപോലെയാണ് സത്യവും ധർമ്മവും ഒക്കെ. അത് പറയുമ്പോഴും ചെയ്യുമ്പോഴും കുറച്ചെല്ലാം പ്രയാസമുണ്ടാകും, അത് കഴിഞ്ഞാൽ നല്ല ആശ്വാസമാണ്. മറുഭാഗത്ത് മുങ്കർ അല്ലെങ്കിൽ അസത്യം, അനീതി ഇവയൊക്കെ എങ്ങനെയാണ്? ഒരു വേദന സംഹാരി ഗുളിക കഴിക്കുന്നത് പോലെയാണ്, പെയിൻ കില്ലർ. അത് കഴിച്ചാൽ എന്തുണ്ടാകും? പെട്ടെന്ന് വേദന നിൽക്കും. പക്ഷെ അതിന്റെ പ്രത്യാഘാതങ്ങളോ കാലാകാലവും ബാക്കിയുണ്ടാകും. അതുപോലെയാണ് കളവും ചതിയും വഞ്ചനയും അനീതിയും ഒക്കെ. ചെയ്യുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാകും, പെട്ടെന്ന് കാര്യം നിൽക്കും. കുറെ കഴിഞ്ഞാൽ അതിന്റെ കൊല്ലാമ്പുകളും ബുദ്ധിമുട്ടുകളും ആകെ നമ്മളെ തകർത്ത് കളയുകയും ചെയ്യും. അപ്പോൾ ഒരു സർജറിയോ ഓപ്പറേഷനോ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ സഹിക്കേണ്ടി വരുന്ന ആദ്യഘട്ട വേദനകളും പ്രയാസങ്ങളും സഹിച്ചാൽ സത്യത്തിലൂടെ, ധർമ്മത്തിലൂടെ, ഈ പറഞ്ഞ ഈമാനിലൂടെ നമുക്ക് പുതിയ ഒരു വേദിയിലേക്ക്, ലോകത്തേക്ക് പോകാൻ കഴിയും. താൽക്കാലികമായ ആശ്വാസത്തിന് വേണ്ടി, സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മുങ്കറിന്റെ ഭാഗത്ത് നിന്നാലോ അത് തൽക്കാലത്തേക്ക് എന്തെങ്കിലും ആശ്വാസം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രയാസങ്ങളും ദുരന്തങ്ങളും നമുക്ക് ബാക്കിയുണ്ടാകും. അത്തരം അവസരത്തിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള നല്ല യോഗ്യതകളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ഒരു നല്ല സമൂഹത്തിന് വേണ്ടി നമ്മൾ ബാക്കി വെക്കേണ്ടത്. അല്ലാഹുവും അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോരുത്തരും സ്വന്തം നേടാത്ത പക്ഷം, ഒരു സമൂഹത്തിലെ 1000 പേരുണ്ടെങ്കിൽ 1000 പേർക്കും ഈ യോഗ്യത ഇല്ലാത്ത പക്ഷം അല്ലാഹു അവരിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഓരോ ഖൗമും, ഏത് സമൂഹവും സ്വയം മാറ്റത്തിന് വിധേയമാവാത്ത കാലത്തോളം അല്ലാഹു അവരെ മാറ്റിയെടുക്കുകയില്ല. അല്ലാഹുവിന്റെ മാറ്റം വേണം, അല്ലാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവും വേണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഈ പറഞ്ഞ പോലെ നന്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവരിൽ പെയ്തിറങ്ങുകയുള്ളൂ. സത്യം പാലിക്കുമ്പോൾ മാത്രമേ അല്ലാഹുവിന്റെ മതത്തിന്റെ ആചാരങ്ങളും ആരാധനകളും ഒക്കെ ഭൗതികമായിട്ടും അവർക്ക് ഗുണം ചെയ്യുകയുള്ളൂ. ഒരു വിശ്വാസിയുടെ എപ്പോഴുമുള്ള പ്രാർത്ഥനയുടെ ഭാഗമായി ഖുർആൻ അക്കാര്യം പറയുന്നുണ്ട്. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖി വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖി വജഅൽ ലീ മിൻ ലദുൻക വലിയൻ നസീറ. പടച്ചവനെ, ഞാൻ കാലെടുത്ത് വെക്കുന്നതും ഇനി എവിടെയെങ്കിലും പുറത്തേക്ക് കാല് വെക്കുന്നതും ഒക്കെ സത്യത്തിൽ നിക്ഷിപ്തമാക്കണമേ എന്ന്. എല്ലാം സിദ്ഖ്, സത്യം, എല്ലാം ധർമ്മം, എല്ലാം പടച്ചവൻ ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കില്ല. ഇനി നമ്മൾ ഒരു കാര്യത്തിൽ നിന്നും പുറത്തേക്ക് വരികയാണെങ്കിലോ അവിടെയും ഈ പറഞ്ഞ യോഗ്യതകൾ മാത്രം. വേറെയും പറയുന്നുണ്ട്, വഖുർ റബ്ബി അൻസിൽനി മുൻസല സിദ്ഖിൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. വഖുർ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ. പടച്ചവനെ, നീ എന്നെ ബർക്കത്തുള്ള ഒരു സ്ഥലത്ത് ഇറക്കി വെക്കുകയാണ് എന്ന്. അപ്പൊ ബർക്കത്തും അല്ലാഹുവിന്റെ അനുഗ്രഹവും നമ്മൾ കാണുന്നത് പോലെയും കണക്ക് കൂട്ടുന്നത് പോലെയുമല്ല. ഇന്ന പോയാൽ ഇങ്ങനെയൊക്കെ അധ്വാനിച്ചാൽ എനിക്ക് ലാഭമുണ്ടാകും, വിജയമുണ്ടാകും, നേട്ടമുണ്ടാകും എന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം, സങ്കല്പിക്കാം. എന്നാൽ അല്ലാഹുവിന്റെ ബർക്കത്ത് പെയ്തിറങ്ങുന്നത്
അങ്ങനെ തന്നെയാവണമെന്നില്ല. നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം അള്ളാഹുവിന്റെ കൂടെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ സത്യത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് നാം ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്വം എത്ര വലുതാണോ പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് നമ്മെ കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള നാം ഉൾക്കൊള്ളുന്ന സമൂഹത്തിലെ എല്ലാവർക്കും നന്മകൾ ലഭിക്കണം, ധർമ്മത്തിൽ എല്ലാവരും ജീവിക്കണം. ഒരാൾ ചെയ്യുന്ന തിന്മ എത്ര ചെറുതാണെങ്കിൽ പോലും അത് നമ്മയെല്ലാം ബാധിക്കുന്ന തിന്മയാണ് എന്നുകൂടി ഓർക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ചിന്ത നമ്മൾ മറന്നു പോകാതിരിക്കുക. അള്ളാഹുവിന്റെ കാവലിന് വേണ്ടിയും തൗഫീഖിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക. അവൻ നമ്മയെല്ലാം എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് അവന്റെ റഹ്മത്തും ബർക്കത്തും ജീവിതത്തിൽ നിലനിർത്തി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين نصلي ونسلم على نبينا محمد وعلى آله وصحبه أجمعين. اتقوا الله عباد الله. സുഹൃത്തുക്കളെ, എങ്ങനെയാണ് നമ്മിൽ നിന്ന് സമൂഹത്തിലുള്ള ഓരോരുത്തർക്കും ഈ പറഞ്ഞ നന്മയും നല്ല കാര്യങ്ങളും പകർന്നു കിട്ടേണ്ടത് എന്ന് നബി ഒരിക്കൽ പറയുകയുണ്ടായി. ഏറ്റവും നല്ല കൂട്ടുകാരെയും സൗഹൃദത്തെയും സമൂഹത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് അദ്ദേഹം സംസാരിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായി റസൂലുള്ളാഹി പറയുന്നത് ഏറ്റവും നല്ല സൗഹൃദം, നല്ല സാമൂഹിക അന്തരീക്ഷം എന്നതിനൊക്കെ വേണ്ട 3 കാര്യങ്ങൾ അടയാളപ്പെടുത്തുകയുണ്ടായി. ഒന്ന്, മൻ ദക്കറക്കും ബില്ലാഹി റുഖിയതൻ വസാദക്കും ഫിൽ ഇൽമി മൻദിഖും വദക്കറക്കും ബിൽ ആഖിറതി അമലും. ആരെ കാണുമ്പോഴാണോ അല്ലാഹുവിനെ കാണുന്ന പ്രതീതി സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നത്, അങ്ങനെയുള്ളവരാണ്. തീർന്നില്ല. അത് മാത്രമല്ല, അയാളുടെ സംസാരം നമുക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ഇൽമ്, അറിവ്, ജ്ഞാനം, ബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇനിയും തീർന്നില്ല. അയാൾ ചെയ്യുന്ന പ്രവർത്തനം ആഖിറത്തിനെ പറ്റി, മരണാനന്തര ജീവിതത്തെ പറ്റി നമുക്ക് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ അല്ലാഹുവിനെ കാണുന്ന ഒരു പ്രതീതിയും എന്തെങ്കിലുമൊക്കെ തത്വജ്ഞാനങ്ങളും ഉപദേശങ്ങളും ലഭിക്കുന്ന സംസാരവും മരണാനന്തര ജീവിതത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള അമലുകളും പ്രവർത്തനങ്ങളുമാണ് ഒരു സമൂഹത്തിലെ, ഒരു നാട്ടിലെ, ഗ്രാമത്തിലെ ആളുകളിൽ നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഭൗതിക ജീവിത സംബന്ധിയായ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് തീർത്തും ഒരു സന്യാസിയായി പള്ളിയിൽ തന്നെ ചടഞ്ഞിരുന്ന് ജീവിക്കുക എന്നതല്ല അതിന്റെ അർത്ഥം. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുകയാണെങ്കിലും ഈ 3 കാര്യങ്ങളിൽ നമ്മളുടെ കൽബും നമ്മളുടെ നാവും പ്രവർത്തനങ്ങളും നിറഞ്ഞിരിക്കണം. അല്ലാഹുവിനെ കാണുന്ന പ്രതീതിയിൽ ജീവിക്കുക എന്നതിന്റെ അർത്ഥം ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതിന് മാത്രം തിളക്കമുള്ള ഇസ്ലാമിക വ്യക്തിത്വമായിരിക്കണം നമ്മൾ ഓരോരുത്തരും എന്നാണ്. അപ്രകാരം തന്നെ മറ്റുള്ളവർക്ക് പരലോകത്തെ പറ്റി ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ നമ്മളുടെ പ്രവർത്തനം ആവണം എന്നുണ്ടെങ്കിൽ അതിനെ മറന്നു പോവാത്ത, മന്ദീഭവിക്കാത്ത ശക്തമായ നിയ്യത്ത് നമ്മൾ കൂടെ കൊണ്ട് നടക്കേണ്ടി വരും. ആ രൂപത്തിൽ നിയ്യത്ത് ഇരിക്കുന്ന കൽബും ഹൃദയവും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നാവും അമലുകൾ ചെയ്യുന്ന നമ്മളുടെ അവയവങ്ങളും ഒക്കെ ഒന്നിനൊന്ന് കുറ്റമറ്റ രൂപത്തിൽ ആക്കിയെടുക്കാനാണ്
ഈ ഒരു ഉപദേശത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. അതും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളുടെ മനസ്സിലെ ചിന്തകൾ കൊണ്ട് ഒരാളും വഴി പിഴക്കാൻ പാടില്ല. നമ്മളിൽ നിന്ന് കേൾക്കുന്ന സംസാരത്തിലെ ഒരക്ഷരം പോലും മറ്റൊരാൾക്ക് മോശമായ ഒരു സന്ദേശം നൽകാനും പാടില്ല. നമ്മൾ ചെയ്തത് കണ്ട് അനുകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാളും പിന്നീട് ദുർമാർഗത്തിലേക്കോ മോശമായ പ്രവർത്തനത്തിലേക്കോ എത്താനും പാടില്ല. ഇങ്ങനെയായിരിക്കണം സമൂഹത്തിൽ നമ്മൾ ജീവിക്കേണ്ടത്, മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത്. അതോടുകൂടെ നമ്മൾ നന്നാവുന്നു. നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരും നന്നായിരിക്കും. അവരുടെ കൂടെയായിരിക്കും അല്ലാഹു ഉണ്ടാവുക. അവർക്ക് തന്നെയായിരിക്കും അല്ലാഹുവിന്റെ എല്ലാ നിയമത്തും സദാസമയവും വർഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലെ അംഗങ്ങളാവാൻ, നമ്മളെയൊക്കെ അങ്ങനെ ആക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന സാമൂഹിക സംവിധാനങ്ങളൊക്കെ വളരെ ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ് പല സന്ദർഭങ്ങളിലും. അതിൽ നിന്നും കൂടി നമ്മുടെ മക്കളെയും സമൂഹത്തെയും ഒക്കെ കരകയറ്റി എടുക്കേണ്ട ഒരു ബാധ്യതയും നമുക്കുണ്ട്. ഈ ചിന്തകൾ അതിനു കൂടി ഉപകരിക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ നമ്മുടെ സംഭാവനകളും മറ്റും കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഇരകൾക്ക് വേണ്ടിയാണ്. അത് ഏറെക്കുറെ 2 ആഴ്ച പിന്നിട്ടുവെങ്കിലും അതിന്റെ സങ്കടവും നൊമ്പരവും നമ്മുടെ മനസ്സിലും കണ്ണിലും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ആയുസ്സിനിടയിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രയാസങ്ങളിലൂടെയാണ് ഒരു നാട്, ഒരു ഗ്രാമം മുഴുവൻ കടന്നു പോകുന്നത്. ധാരാളം ആളുകൾ സഹായത്തിന്റെയും വാഗ്ദാനങ്ങളുടെയും പെരുമഴയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ പോലും നാം ശേഖരിക്കുന്ന സംഭാവനകളും സ്വത്തുക്കളും അതിൽ ഏറ്റവും അർഹരായ ആളുകൾക്ക് ഒരു പൈസ പോലും പാഴായി പോവാതെ അവർക്ക് ഉപകരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാകും. ഏതായിരുന്നാലും ഈ ഒരു പ്രയാസം നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ മക്കൾക്കാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് നമ്മൾ സ്വതക്ക ചെയ്യുക. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെ പറ്റി, ഇതുപോലെ ഉണ്ടാകുന്ന ഓരോ ദുരന്തങ്ങളെ പറ്റി അല്ലാഹുവിന്റെ ശിക്ഷയാണ്, അല്ലാഹുവിന്റെ ശാപമാണ് എന്നൊന്നും നമ്മൾ വിധി പറയാൻ പോകേണ്ടതില്ല. അത് അല്ലാഹുവിന് മാത്രം നമ്മൾ വിട്ടുകൊടുക്കുക മാത്രമേ വഴിയുള്ളൂ. അല്ലാഹു വിധിച്ചത് പ്രകാരമാണ്. അത് നമ്മൾ ഏറ്റുവാങ്ങുന്നു, ക്ഷമിക്കുന്നു എന്നത് മാത്രമാണ് മുസ്ലിം എന്ന നിലക്ക് ഇത്തരം സംഭവങ്ങളോട് നാം സ്വീകരിക്കേണ്ട അച്ചടക്കപരമായ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നിലപാട്. അല്ലാഹു നമുക്കുണ്ടായ എല്ലാ ദുരന്തങ്ങളും പ്രയാസങ്ങളും നമ്മിൽ നിന്ന് മാറ്റിയെടുക്കുകയും ഇത്തരം പ്രയാസങ്ങൾ ഒരിക്കലും ഉണ്ടാവാതെ നമ്മയെല്ലാം അവൻ രക്ഷിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും കഴിഞ്ഞുപോയ സുഹൃത്തുക്കൾക്കും ഒക്കെ നീ റഹ്മത്തും ബർക്കത്തും നൽകി അവരെയൊക്കെ അനുഗ്രഹിക്കുകയാണ്. രോഗികളായി കിടക്കുന്ന, ചികിത്സയിൽ കഴിയുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും പടച്ചവൻ ശിഫ നൽകി ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.